നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും സമയം ഉച്ചയായി. അല്ല, നമ്മൾ നമ്മുടെ ഫ്രണ്ട് അമലാസിൻ്റെ കൂടെ ടർക്കിഷ് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വന്നേക്കാണ്. കഴിഞ്ഞ യാത്രയുടെ അവസാനം ആയപ്പോഴത്തേക്കും നമുക്ക് ഫാനിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വർക്ക്ഷോപ്പ് അടുത്തുള്ളതുകൊണ്ട് നമുക്കത് നോക്കിയിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. സർവീസ് സെന്ററിലെ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രാങ്ക്ഫർട്ടിലെത്തി. കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ്. അമലാസിന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻ്റ് ആണ്. ആപ്പിൾ ജ്യൂസ്. യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആ അകത്തിരുന്നിരുന്ന സ്റ്റാർലിങ്ക് നമ്മളെടുത്തിട്ട് റൂഫിന്റെ മേളിൽ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർലിങ്ക് ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ അകത്ത് അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് പോലത്തെയുള്ള സ്ട്രീമിംഗ് വീഡിയോസും വൈഫൈയും വാട്സാപ്പും എല്ലാം കണക്ടിവിറ്റിയൊക്കെ ഉണ്ടാവും. അത് നമ്മളെ വണ്ടിയിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യാനും സഹായിക്കും. അപ്പോൾ നമ്മുടെ ഓഫീസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ യാത്രയുടെ കൂടെ തന്നെ നടന്നു പോവുകയും ചെയ്യും. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് നൈറ്റ് സ്പെൻഡ് ചെയ്ത സ്ഥലം. ഇവിടെയായിരുന്നു നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ഫ്രാൻസിലുള്ളൊരു പെട്രോൾ സ്റ്റേഷനാണ്, വലിയൊരു പെട്രോൾ സ്റ്റേഷൻ. അവിടെ ക്യാമ്പർ വാൻ പാർക്കിംഗ് സ്ഥലമുണ്ട്, തുണികളൊക്കെ വാഷ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. നമുക്കിന്ന് വാഷ് ചെയ്യേണ്ടി വന്നിട്ടില്ല, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്യേണ്ടി ഒന്നും ആവശ്യം വന്നിട്ടില്ല. പിന്നെ നല്ലൊരു സൂപ്പർ മാർക്കറ്റ് കം വാഷ്റൂം കം കോഫി എല്ലാം കിട്ടുന്നൊരു സ്ഥലമുണ്ട്, മാർക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഇത് ചെയ്യാനായിട്ട് റിക്രിയേഷൻ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. പറഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഷവറില്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ തന്നെ പോയിട്ടുണ്ട്. ഷവറില്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു ലൊക്കേഷൻ. ട്രക്ക് പാർക്കിംഗ് ഉണ്ട്, ട്രക്കുകളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് കുറേ. Okay, so day 2 trip starts. അല്ലേ? ഒരു 100 കിലോമീറ്റേഴ്സിൻ്റെ ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഒരു ക്യാമ്പർ വാൻ പാർക്കിങ്ങിൻ്റെ ഒരു സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഇപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മളിപ്പോൾ ബോട്ടിൽ വാട്ടർ വെച്ചിട്ട് വാഷിംഗ് ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം നിറയ്ക്കണം. ഇതാണ് നമ്മുടെ മീറ്റർ കൺസോൾ. അപ്പോൾ ഇതിൽ വാട്ടർ ലെവൽ നമുക്ക് അറിയാൻ പറ്റും, വെള്ളം എത്രത്തോളം എത്തി എന്നുള്ളതിൻ്റെ ലെവൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ 43% ആയിട്ടുണ്ട്. അത് 100%. 10 minutes ആണ് നമുക്ക് ആ ഒരു ടോക്കണിൽ നിറയ്ക്കാനുള്ള ടൈം. അതിനുള്ളിൽ 100% ആവും. 100% ആക്കണം. വെള്ളം ഫുള്ളായി കഴിഞ്ഞാൽ ഡ്രെയിനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പിന്നെ നമ്മളിവിടെ നിറങ്ങുന്നതാണ്. അപ്പോൾ ഇതാണ് വെള്ളം നിറയ്ക്കുന്ന സ്ഥലം. ഇത് ഫ്രീ ആണ്. ഇവിടെ നിന്ന് ജസ്റ്റ് പമ്പിൽ പോയി കഴിഞ്ഞാൽ അവർ ടോക്കൺ തരും. 10 minutes ആ ടോക്കണിൽ ഇത് വർക്ക് ചെയ്യും. ദർ ഈസ് നോ ചാർജ്. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. നമ്മളിപ്പോൾ വെള്ളം നിറച്ച് അത് കഴിഞ്ഞ് ചെറിയ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിറങ്ങുന്നുണ്ടാവും. ഇപ്പോൾ വെള്ളം നിറച്ച് കഴിഞ്ഞു, നമ്മുടെ പൈപ്പൊക്കെ എടുത്ത് വെച്ചു. അതാണ് പൈപ്പ് എടുത്ത് വെക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞ് നമ്മുടെ ടാപ്പ് അതൊന്ന് ഫിറ്റ് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുകളിലേക്ക് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ സ്റ്റാർലിങ്ങിൻ്റെ വയറൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അത് ആ കേബിൾ ഇങ്ങനെ ഈ ഡോറിൻ്റെ ഇടയിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വെരി ഗുഡ്. റൈസറിൽ നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാം കറുത്തില്ല. രാത്രി നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഫ്ലഡ് വാർണിംഗ് ഒക്കെ ഉണ്ട്. പെട്രോൾ പമ്പും ബാക്കിയുള്ളവരൊക്കെ കൂടെ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് സേഫായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങളും പാർക്ക് ചെയ്യുന്നുണ്ട്.